ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടൈൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാപ്പാണെങ്കിലും അതുപോലെ തന്നെ ഷവറിൻ്റെ ഏരിയകളിലാണെങ്കിലും ടാപ്പൊക്കെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ടാപ്പുകൾ ഭയങ്കരമായിട്ട് ഒരു വിറയ്ക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉറയ്ക്കാത്ത രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ടാപ്പ് തിരിക്കുന്ന സമയത്ത് ടാപ്പ് ഷെയ്ക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറച്ചിരിക്കാത്തൊരവസ്ഥ, അത് പതുക്കെ പതുക്കെ ഇളകി പതുക്കെ ലീക്ക് വരുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ വരാനായിട്ട് മെയിൻ കാരണം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത്, അത് ശ്രദ്ധിക്കാൻ പോകുന്നത്. അതായത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. ആദ്യമേ തന്നെ ഇത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട പ്ലംബിങ് ചെയ്യുന്ന സമയത്താണ്. പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു ഷവറിൻ്റെ ഏരിയയാണ്. ഷവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ത്രെഡ് എൽബോ ആണ് കൊടുത്തിരിക്കുന്നത്, 3/4 കര ത്രെഡ് എൽബോ ആണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട്, അതായത് നമ്മൾ പ്ലംബിങ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പരിക്കൻ ഉപയോഗിച്ചിട്ട് നല്ല ഹാർഡ് വരുന്ന, അതായത് അത്യാവശ്യം സിമെൻറ്റ് കൂടുതലുള്ള പരിക്കൻ ഉപയോഗിച്ചിട്ട് മിക്സിങ്, അത് മസാല എന്ന് പറയും, അത് ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റ് അതിൻ്റെ ഫില്ല് ചെയ്യണം. അതായത് 4 വശവും അതിൻ്റെ ത്രെഡ് എൽബോൻ്റെ 4 വശവും ഫില്ല് ചെയ്യണം. 4 വശവും ഫില്ല് ചെയ്ത് ശരിക്കും ഉറപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് ഡൈവർട്ടർ, അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ താഴെ വരുന്ന സ്പൗട്ട്. ഇതിപ്പോൾ മിക്സഡ് ടാപ്പാണ് നിങ്ങൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ മിക്സഡ് ടാപ്പിൻ്റെ സൈഡിൽ വരുന്ന ആ 3 പോർഷൻ ഉണ്ടാവും, 3 ത്രെഡ് എൽബോയും കാര്യങ്ങളുണ്ടാവും. അതെല്ലാം തന്നെ നന്നായിട്ട് അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ പരിക്കൻ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. പരിക്കൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഇളക്കം നിൽക്കുകയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഏരിയയിൽ തന്നെ നോക്കുക, നമ്മൾ ഷവറിൻ്റെ ഏരിയയിൽ മാത്രമല്ല ടാപ്പുകൾ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ കോക്ക് ഇടുന്ന, ബാത്റൂമിൻ്റെ അകത്ത് ആംഗിൾ കോക്ക് ഉറപ്പിക്കുന്ന, ഷവർ ഉറപ്പിക്കുന്ന, അതുപോലെ തന്നെ കൺസീൽഡ് ചെയ്ത് വരുന്ന വാൽവുകൾ, ഇതെല്ലാം തന്നെ നന്നായിട്ട് പരിക്കൻ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇളക്കം തട്ടാതെ ഇരിക്കുകയുള്ളൂ. അത് നമ്മൾ ഇളക്കം തട്ടി എന്ന് വിചാരിക്കുക, അതായത് അത് നമ്മൾ പരിക്കനിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ആംഗിൾ കോക്ക് ടാപ്പ് ഇതൊക്കെ പിരിച്ച് കയറ്റുന്ന സമയത്ത് അത് പുറത്തേക്ക് തള്ളിപ്പോരാനും, പുറത്തേക്ക് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ആംഗിൾ കോക്ക് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ത്രെഡ് എൽബോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിഞ്ഞ് വന്ന് ടൈലിൽ പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ചാൻസസും, അതുപോലെ തന്നെ എപ്പോഴും കിടന്ന് ആടാനുള്ള ചാൻസസും കൂടുതലാണ്. ടാപ്പ് മിക്ക സ്ഥലങ്ങളിലും കണ്ടുവരിക്കുന്ന രീതിയാണ് ടാപ്പുകൾ കിടന്ന് ആടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ തുറക്കുന്ന സമയത്താണെങ്കിലും വാട്ടർ ടാപ്പിൻ്റെ തുറക്കുന്ന സമയത്താണെങ്കിലും ടാപ്പുകൾ കിടന്ന് ആടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പരിക്കനില്ലാത്തതാണ് അതിൻ്റെ മെയിൻ കാരണം. ഇതെങ്ങനെ സംഭവിക്കുന്നത്, കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ ആട്ടം കൂടുതലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സോൾവൻറ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. ഭാവിയിൽ അത് ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയില്ല. കിച്ചൻ്റെ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെയൊക്കെ സൈഡിലാണെങ്കിൽ ഈ ലീക്ക് പതുക്കെ ചുമരിലേക്ക് ഇറങ്ങും. അതിന് ശേഷമായിരിക്കും നമ്മളറിയുക. പിന്നെ വെള്ളം നിൽക്കാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും, അതായത് ടാങ്കിൽ വെള്ളം നിൽക്കാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും നമ്മൾ ഈ ലീക്ക് ശ്രദ്ധിക്കുക കൂടി ചെയ്യുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കാര്യമാണ്. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് വേണം നമ്മളത് ഉറപ്പിക്കാനായിട്ട്. അത് എല്ലാ ഏരിയകളിലും ആംഗിൾ കോക്ക് വരുന്ന ഏരിയ, ഷവർ വരുന്ന ഏരിയ, ഷവറിലാണ് കൂടുതൽ പ്രശ്നം കാണിക്കുന്നത്. ഷവർ ശരിക്കും വെയിറ്റ് വരുന്ന, അതായത് റെയിൻ ഷവർ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ആടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് വരുന്ന ഏരിയ ഇതായതുകൊണ്ട് അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് വേണം ശരിക്കും നമ്മുടെ മസാലയോ അല്ലെങ്കിൽ പരിക്കൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇത് ഉറപ്പിക്കാതിരുന്നുണ്ടെങ്കിൽ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇളകുന്ന സമയത്ത് ഇത് ഉറപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്കി ആയിരിക്കും. കാരണം പിന്നീട് അതിൻ്റെ അകത്തേക്ക് പരിക്കനോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ ഇതെല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ടൈൽ ഒട്ടിക്കാൻ പാടുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.